ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഫാക്ട് ഫൈൻഡർ PSC. കേരള PSC പരീക്ഷകളിൽ ആവർത്തിച്ചു വരുന്ന ചില ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. കായിക രംഗത്തെ ഓസ്കാർ എന്നറിയപ്പെടുന്ന ലോറിയസ് സ്പോർട്സ് അവാർഡ് നേടിയ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? ആൻസർ സച്ചിൻ ടെണ്ടുൽക്കർ. അടുത്ത ചോദ്യം, പ്രഥമ മാതൃഭൂമി ബുക്ക് ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയതാര്? വിനോദ് കുമാർ ശുക്ല. തെക്കേ അമേരിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് അക്വൻകാക കീഴടക്കിയ ഏറ്റവും പ്രായം കുറഞ്ഞ ബാലിക ആരാണ്? കാമ്യ കാർത്തികേയൻ. അടുത്ത ചോദ്യം, ന്യൂഡൽഹിയിലെ പ്രവാസി ഭാരതീയ കേന്ദ്രത്തിന്റെ പുതിയ പേരെന്താണ്? സുഷമ സ്വരാജ് ഭവൻ. സുഷമ സ്വരാജ് ഭവൻ എന്നാണ് ന്യൂഡൽഹിയിലെ പ്രവാസി ഭാരതീയ കേന്ദ്രത്തിന്റെ പുതിയ പേര്. ഏറ്റവും വലിയ ദക്ഷിണേന്ത്യൻ സംസ്ഥാനം ഏതാണ്? കർണാടക. കർണാടകയാണ് ഏറ്റവും വലിയ ദക്ഷിണേന്ത്യൻ സംസ്ഥാനം. ജനകീയ പദ്ധതി എന്നറിയപ്പെട്ട പഞ്ചവത്സര പദ്ധതി ഏതാണ്? 9ാം പദ്ധതി. കേരള സംസ്ഥാന രൂപീകരണ സമയത്തെ ആക്ടിംഗ് ഗവർണർ ആരായിരുന്നു? PS റാവു. PS റാവു ആയിരുന്നു കേരള സംസ്ഥാന രൂപീകരണ സമയത്തെ ആക്ടിംഗ് ഗവർണർ. ഫുട്ബോളിന്റെ ആകൃതിയിലുള്ള കാർബണിന്റെ രൂപാന്തരം? ഫുള്ളറിൻ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി? കരൾ. സൂര്യന് ചുറ്റും ഒരു പൂർണ്ണ പരിക്രമണം പൂർത്തിയാക്കാൻ ശുക്രൻ എടുക്കുന്ന ഏകദേശ ഭൗമദിനങ്ങൾ എത്രയാണ്? 224 ദിവസങ്ങൾ. മഴവെള്ള സംഭരണം നിർബന്ധമാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം? തമിഴ്നാട്. തമിഴ്നാടാണ് മഴവെള്ള സംഭരണം നിർബന്ധമാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം? പെരിയാർ വന്യജീവി സങ്കേതം. ഹിമാലയൻ നദികളിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി? ബ്രഹ്മപുത്ര. കൃത്രിമ മഴ പെയ്യിക്കാൻ ഉപയോഗിക്കുന്ന സംയുക്തം ഏതാണ്? സിൽവർ അയഡൈഡ്. ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി? പാമ്പാർ. ഒരു നിശ്ചിത സ്ഥലത്ത് അനുഭവപ്പെടുന്ന വായുവിന്റെ ഭാരം? അന്തരീക്ഷമർദ്ദം. 1977 ജനതാ സർക്കാർ നിയമിച്ച അശോക് മേത്ത കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടത് ഏത്? പഞ്ചായത്തി രാജ്. കേരളത്തിൽ ഇൽമനൈറ്റിന്റെയും മോണോസൈറ്റിന്റെയും നിക്ഷേപം ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ജില്ല? കൊല്ലം. ഇൻക്വിലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം ജനകീയമാക്കിയ സ്വാതന്ത്ര്യ സമര സേനാനി? ഭഗത് സിംഗ്. 1766 ഹൈഡ്രജൻ വാതകത്തിന് കത്തിപ്പിടിക്കുന്ന വായു എന്ന് പേരിട്ട ശാസ്ത്രജ്ഞൻ ആര്? ഹെൻറി കാവൻഡിഷ്. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ? വേമ്പനാട്ടു കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖം? നീണ്ടകര. മരുഭൂമിയിൽ മരീചിക കാണപ്പെടുന്നതിന് കാരണമായ പ്രതിഭാസം? അപവർത്തനം. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷര നഗരം? കോട്ടയം.